നാട് മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കുന്ന തിരക്കിലാണ്. പക്ഷേ സ്ക്രൂഗ് എന്ന ഈ മുത്തച്ഛൻ എല്ലാവരോടും വളരെ ദേഷ്യത്തിലാണ് പെരുമാറുന്നത്. ഇയാളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളെ പോലും ഇയാൾക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു. അങ്ങനെയൊരിക്കൽ അയാൾ വീട്ടിലിരിക്കുമ്പോൾ അയാളുടെ മരിച്ച ഫ്രണ്ടിന്റെ ആത്മാവ് അങ്ങോട്ട് വരികയാണ്. അയാളുടെ ശരീരത്തിലാകട്ടെ ഒരുപാട് പെട്ടികൾ കെട്ടിയിട്ട നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് കണ്ട സ്ക്രൂഗ് എന്താണിതെന്ന് ചോദിച്ചതും ഇതൊക്കെ ഞാൻ ചെയ്ത പാവങ്ങളാണ്. എൻ്റെ പാവങ്ങൾ ഇങ്ങനെയാണെങ്കിൽ നീ എത്ര പാവങ്ങൾ ചെയ്തിട്ടുണ്ട്, നിന്റെ പാവങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞ് അയാൾ ചിരിക്കുകയാണ്. അതിനുശേഷം അയാൾ ഓരോ ദിവസം ഓരോ 3 ആത്മാക്കളായി വന്ന് നിനക്ക് എങ്ങനെയാണ് ജീവിതമെന്ന് മനസ്സിലാക്കി തരുമെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുകയാണ്. അതിനുശേഷം അയാൾ പുറത്തേക്ക് നോക്കുകയാണ്. പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരുപാട് ആത്മാക്കൾ അവരുടെ പാവങ്ങൾ ചുമന്ന് പോകുന്നത് അയാൾ കാണുകയാണ്. അപ്പോൾ തന്നെ അയാളുടെ അടുത്ത് തീ പോലെ ഒരു ആത്മാവ് വരികയാണ്. ആ ആത്മാവ് അയാളെ കഴിഞ്ഞ കാലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അയാൾ എങ്ങനെയൊക്കെയാണ് ജീവിച്ചതെന്ന് ആ ആത്മാവ് അയാൾക്ക് കാണിച്ചു കൊടുക്കുന്നു. അതിനുശേഷം രണ്ടാമത്തെ ദിവസം വേറെ ഒരു ആത്മാവ് വരുന്നു. ആ ആത്മാവ് ക്രിസ്മസ് ദിവസങ്ങളിൽ ആളുകൾ എത്രത്തോളം സന്തോഷമായി ജീവിക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കുന്നു. അതേസമയം തന്നെ അയാളുടെ ജോലിക്കാരൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അയാൾ എത്രത്തോളം ദരിദ്രനാണെന്നും അയാൾ എത്രത്തോളം ബഹുമാനിക്കുന്നുണ്ട് തൻ്റെ യജമാനെ എന്നും കൺകുളിർക്കെ കാണിച്ചു കൊടുക്കുന്നു. അതിനുശേഷം മൂന്നാമത്തെ ഒരു ആത്മാവ് കൂടെ വരികയാണ്. ആ ആത്മാവാകട്ടെ അയാളെ മുകളിൽ നിന്ന് താഴോട്ട് തള്ളിയിടുന്നു. അയാൾ ചെന്ന് വീണത് ഫ്യൂച്ചറിലായിരുന്നു. അതായത് അന്നായിരുന്നു അയാൾ മരിച്ച ദിവസം. അയാൾ മരിച്ചതിൽ ആരും വിഷമിക്കുന്നേയില്ല. അയാളുടെ അടക്കത്തിന് പോലും പോകരുത് എന്നാണ് അവരുടെ സംസാരം. അതിനുശേഷം അയാളെ ഒരു കുതിരവണ്ടി ഫോളോ ചെയ്യുകയാണ്. അയാൾ ഓടുന്തോറും അയാളുടെ സൈസ് ചെറുതായി വരികയാണ്. എന്നിട്ട് അയാൾ വന്ന് ചെന്നുവിടുന്നത് അയാളുടെ ജോലിക്കാരൻ്റെ വീട്ടിലെ അടുക്കളയിലാണ്. അവിടെ നിന്ന് അവരുടെ സംസാരമൊക്കെ കേൾക്കുന്നു. മരിച്ചാൽ കരയാൻ പോലും താൻ ആരെയും സമ്പാദിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അയാൾ വിഷമിക്കുകയാണ്. അതിനുശേഷം ആ ആത്മാവ് അയാളെ ഒരു കൊളുത്ത് വെച്ചിട്ട് അയാളെ ഒരു ശവക്കല്ലറയിൽ കൊണ്ടിടുകയാണ്. പെട്ടെന്ന് തന്നെ അയാൾ അവിടുന്ന് കണ്ണു തുറക്കുന്നു. കണ്ണു തുറന്നപ്പോൾ അയാൾ വീട്ടിൽ തന്നെയാണ് കിടക്കുന്നത്. അയാൾ മരിച്ചിട്ടില്ലായിരുന്നു. പെട്ടെന്നാണ് അയാൾക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്. ഇന്നാണ് ക്രിസ്മസ്. അങ്ങനെ അയാൾ വളരെ സന്തോഷമായി അടിച്ചുപൊളിച്ച് ജീവിക്കുകയാണ്. പോരാത്തതിന് അയാൾ ആരൊക്കെ കഷ്ടപ്പെടുത്തിയോ അവരൊക്കെ അയാൾ സഹായിക്കുകയാണ്. എല്ലാവരോടും വളരെ സന്തോഷത്തിൽ പെരുമാറുകയാണ്. അങ്ങനെ അയാൾ നല്ലൊരു മുത്തശ്ശനായി മാറിത്തീരുകയാണ്. അങ്ങനെ ഈ കഥ ഇവിടെ നിന്ന് എൻഡ് ചെയ്യുകയാണ്.